ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ ചങ്കാമ്മനെ കാണാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ട്, അതിഥികൾ. അവർ പ്രതീക്ഷിക്കാണ്ട് വന്ന കേട്ടോ. അവർ മാമാൻ അമ്പലത്തിൽ വന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോഴേക്ക് നട അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ എന്നെ വെറുതെ വിളിച്ചാൽ ചൂടാടുന്ന ബോർഡ് കണ്ടു റോഡുമിൽ. അപ്പോൾ എന്നെ വിളിച്ചു എവിടെയാ വീട് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അമ്മമ്മനെ കാണുന്ന ആഗ്രഹം പറഞ്ഞിട്ട് നേരെ ഇവിടെ വന്നു. ഇപ്പോൾ ചായയെല്ലാം കുടിച്ചു. 4 മണിക്കാരെ നട തുറക്കുന്നു വെച്ചിട്ട് അങ്ങനെ മാമാടത്തേക്ക് വന്നതാണ്. അപ്പോൾ നട തുറന്നിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 6:15 നട തുറക്കുക. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമയമാവാനായി. സമയം ഏകദേശം ഇപ്പോൾ 5:15. പിന്നെ 1 മണിക്കൂർ നിന്ന് ഏകദേശം നട തുറക്കേണ്ട സമയമാവുമല്ലോ. അപ്പോൾ നേരെ ഇനി മാമാടത്ത് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏടത്തിയോട് ചോദിച്ചു, ഏടത്തിയും കൂടെ പോയിക്കോന്ന് പറഞ്ഞിട്ട് ഏടത്തിയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർ പുറത്ത് കാത്തിക്കുന്നുണ്ട്. ഞാൻ ആളെ കാണിച്ചു തരാം. ഇതാ ചങ്ങായി. ഇവൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ എൻ്റെ കൈമേൽ ടാറ്റ് ചെയ്ത ചങ്ങായി ചേട്ടതാ, വിജിത്ത് തളിപ്പറമ്പ് പാച്ചേനി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവങ്ങനെ മാമാനത്ത് വന്നതുകൊണ്ട് പ്രതീക്ഷിക്കാണ്ട് ഇവിടെ വന്നു. അമ്മമ്മനെ കണ്ടു. വന്നു പിന്നെ അമ്മമ്മ നല്ല മൂടായിരുന്നു. അമ്മമ്മയോട് കുറേ വർത്താനം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ വൈഫ് ഉണ്ട് കൊടുത്തു. അവൻ്റെ വൈഫ് ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പോയി കോള് വന്നിട്ടുണ്ട്. ഇന്ന് അമ്മമ്മ എന്തോ നല്ല മൂടുണ്ട്. ഇന്നലെ നല്ല ഉറക്കേനു. അപ്പോൾ ഇവർക്ക് ഭാഗ്യമുണ്ട്. പൊതുവേ എന്ന് വെച്ചാൽ ആരെങ്കിലും അമ്മമ്മനെ കാണാൻ വേണ്ടി വന്നിട്ട് അമ്മമ്മ അന്ന് മുണ്ടല്ലൂല ഒറ്റ ഉറക്കാണ്. ഇന്ന് ഇവർക്ക് നല്ല ഭാഗ്യമുണ്ട്, കാണാൻ വേണ്ടി പറ്റി. എന്നുവെച്ചാൽ ഇതാണ്ടാ ഫേസാണില്ല, അമ്മമ്മൻ്റെ ഫേസ് അത്രയും നല്ല വൃത്തിക്ക് ഇവൻ ചെയ്തു തന്നിട്ടുണ്ട്. എന്തോ അവൻ്റെ വൈഫ് ചെയ്ത് ഓള് ഫോൺ വിളിയാ. അപ്പോൾ ഓളെ ആഗ്രഹം കൊണ്ടാണ് മാമാനത്തേക്ക് വന്നിന്. പക്ഷെ ആരോ അവരെ പറഞ്ഞ് പറ്റിച്ചളഞ്ഞു. എന്ന് വെച്ചാൽ 4 മണിക്ക് നട തുറക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഏകദേശം 3:30 ആകുമ്പോൾ അവിടെ എത്തിന്. പക്ഷെ 4 മണിക്ക് നട തുറക്കൂലെന്ന് അറിഞ്ഞ ശേഷം നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ചൂടാടുന്ന ബോർഡ് കണ്ടുകൊണ്ട് മാത്രം എന്നെ ജസ്റ്റ് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോകാം, അമ്മമ്മനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു, അടിപൊളിയായി. അപ്പോൾ അവർ വീണ്ടും മാമാനത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ജസ്റ്റ് ഏടത്തിനെയും കൊണ്ട് നമ്മൾ പറഞ്ഞേക്കാൻ വിചാരിച്ചേട്ടാ. അവർക്ക് കമ്പനി വേണ്ടേ. അനക്കങ്ങ് കുറച്ച് പണിയുണ്ടാവും, ഞാൻ പോകുന്നില്ല. അനിയനും പണിയുണ്ടോ? ഇപ്പം പണി കഴിഞ്ഞ് വന്നു. ഇപ്പം വേറെ പണിയുണ്ട്. ഏടത്തേക്ക് കൈക്ക് ടാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വേദന പേടിച്ചിട്ട് ഭയങ്കര പേടിത്തോണ്ടെത്തിയ, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇപ്പം ചെയ്യിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു ഹായ് പറയാ. ടാറ്റ കൊടുത്ത അവർക്ക്. ഇവരോട് ടാറ്റ് പറയുന്നുണ്ട്. എപ്പോ വരുവായിരിക്കും അവരോട്? ഇത്രയും ശബ്ദം നമ്മളെ വീഡിയോ കാണുന്നവർ ഇതുവരെ കേട്ടിട്ടില്ല. ഇത്രയും ശബ്ദത്തിൽ ഇല്ലല്ലോ. അടിപൊളി ചേട്ടാ. ഓക്കെ അടുത്ത് ഞാൻ അടുത്തിന്റെ പിറന്നാളിന് വാങ്ങിക്കൊടുത്ത ഇതാട്ടാ. അടിപൊളി. തിരിച്ചു പോകുമ്പോ അടുത്തിനിടെ തട്ടണേ. അപ്പൊ മോള് തട്ടെ, ഇങ്ങോട്ടാ കണ്ട മോള് തട്ടെ. അടുത്ത് ടോക്കൺ എടുക്കുക, ചോറ് വാങ്ങിക്കൊടുക്കണേ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. എന്തായാലും അവർ പോയി മാമാൻ തമ്മനെല്ലാം കണ്ടിട്ട് പറ്റി. ഓക്കെ, ബൈ ബൈ.